എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി 1.5 മണിക്കൂർ നിങ്ങൾ എനിക്ക് തന്നേ പറ്റുള്ളൂ. നമ്മൾ പ്രോപ്പർട്ടിയിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരും ഇപ്പം അതിനകത്തുള്ളവരും ഇനി വരാൻ പോകുന്നവരും ആരൊക്കെയാണെങ്കിലും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ലാൻഡ് നമ്മൾ കോഴിക്കോട് ഗ്രീൻ സിറ്റികളെ ലാൻഡ് വാങ്ങിക്കുന്നതിനുള്ള ഇത് വന്നത് നമുക്ക് 2021 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ എൻ്റെ റിയൽ എസ്റ്റേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു ഷിൻസ് അയാളാണത് വീഡിയോ എടുത്തുകൊണ്ട് വന്നത്. അതിൻ്റെ കൂടെ എൽഡോയും ഉണ്ടായിരുന്നു. അപ്പോൾ കാലിക്കറ്റത്തെ ഒരു സീനിയർ ബ്രോക്കറും കൂടി ഉൾപ്പെടെയാണ് ഈ ഒരു സംഭവം പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടത്തിനോട് ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു. 2008 ഞാൻ അതിനു മുമ്പ് ഒത്തിരി റിയൽ എസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ്ലി നിർത്തി ഞാൻ അക്കാഡമിക് ലൈഫിലേക്ക് മാത്രമായിട്ട് പുസ്തകം എഴുതുക പഠിപ്പിക്കുക മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ അതിന് ഈ 2021 ആയപ്പോഴത്തേക്ക് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ബുക്ക് ഏതാണ്ട് എഴുതി ഫിനിഷ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റുഡൻസ് പലരും നമ്മുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് പോയി ചില റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എടുത്ത് നഷ്ടം വന്ന് ലോക്കായി പോയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിപ്പം അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനൊരു സംഭവം വന്നതും. അപ്പോൾ അത് 18 ഏക്കറിൻ്റെ പ്രപ്പോസലാണ്. അപ്പോൾ അതിനെങ്ങനെ നടത്താമെന്നുള്ളതിനെ ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ 66 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരോടും പ്രസൻറ്റ് ചെയ്ത് ആൾക്കാർക്ക് പൊതുവായ സ്റ്റുഡൻസ് മാത്രമാണ് 66 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റിയൽ ലൈൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ കമ്പനി അവിടെ പോയി ഈ ലാൻഡ് പ്രോസസ്സ് ചെയ്യുന്ന വൈറ്റ് ലൈൻ ആൻഡ് ഫെയർ ലൈൻ ഈ 2 കമ്പനി ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന 2 കമ്പനികളുടെ ഷെയർ നമ്മൾ വാങ്ങിക്കുക. അപ്പം നമുക്ക് ആധാര ചിലവൊന്നുമില്ല, നമ്മൾ വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ ആ ഷെയർ വാങ്ങിച്ച് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കമ്പനി നമ്മുടെ ആക്കിയതിന് ശേഷം അതിനെ നമ്മൾ റെറായിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് 8 സെൻറ്റ് വീതം ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവിടെ കൊണ്ടുവരിക. ഇതായിരുന്നു നമ്മുടെ ഒറിജിനലി ഉള്ള പ്ലാന്. അപ്പോൾ അങ്ങനെ ഈ പ്ലാൻ നമ്മൾ എല്ലാവരുമായിട്ട് അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു 66 പേര് ചേർന്ന കമ്പനി ഉണ്ടാക്കുന്നത്. കമ്പനി ഉണ്ടാക്കി നമ്മൾ അഡ്വാൻസ് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ചുറ്റും താൽക്കാലികമായിട്ടുള്ള മുള്ളുകമ്പിയൊക്കെ അടിച്ച് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി നടത്താനായിട്ട് നമ്മളൊരു ആളെ നിയോഗിച്ചു. അതുകൂടാതെ ഒരു PMCനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ബെനറ്റൻ എന്ന് പറയുന്ന അറിയപ്പെടുന്നൊരു കമ്പനീനെ നമ്മൾ നിയമിച്ചു. അപ്പോൾ അവർ ആദ്യം കൺസ്ട്രക്ഷൻ്റെ പ്രോസസ്സ് അനുസരിച്ച് സോയിൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്താനാണ് അവർക്ക് ആദ്യം നിയോഗം കൊടുത്തത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ശങ്കർ ആർക്കിടെക്റ്റിനെ നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എനിക്ക് 30 വർഷമായിട്ട് അടുത്ത് അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ ഒരു പരിചയമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവുകളൊക്കെ നമ്മൾ നേടി. അതുകൂടാതെ മറ്റ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ധർമ്മകീർത്തി. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് നമ്മൾ ഒഫീഷ്യലി അവരെ എൻഗേജ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നും പഠിക്കാനായിട്ടും അതിനകത്ത് വരാവുന്ന റിസ്കുകളെക്കുറിച്ചൊക്കെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റൂർക്കി അവരെ നമ്മൾ എൻഗേജ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് പഠനം നടത്തി. അതുപോലെ തന്നെ IIT മുംബൈയുമായിട്ട് നമ്മൾ ഇതിന് കൺസ്ട്രക്ഷൻ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചു. അതുകൂടാതെ ULCC ആയിട്ട് നമ്മൾ ഇടപെട്ടപ്പോൾ റോഡ് മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നതിന് 12,80,00,000 രൂപയാണ് അവർ കംപ്ലീറ്റ്ലി റോഡ് ഡെവലപ്പ് ചെയ്തതിന് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ മാറ്റ് ലാബ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ലാബ് വന്നിട്ട് നമ്മുടെ ലാൻഡെല്ലാം ടെസ്റ്റ് ചെയ്ത് സോയിൽ സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തി അടിയിലേക്ക് നമുക്ക് ദോഷം വരാത്ത രീതിയിൽ ഫ്ലിംസി ആയിട്ടുള്ളതല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി നമ്മൾ അത് കഴിഞ്ഞ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള നമ്മൾ പഠനം നടത്തി. അപ്പോൾ ഇത് ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് പോലെയാണ്. നമ്മളിപ്പോൾ ഇടുക്കിയിലോ വയനാട്ടിലെ നിബിഡമായ വനത്തിൽ കാണുന്ന പോലെ നൂറ്റാണ്ടുകളായിട്ട് ആരും ഒന്നും ചെയ്യാതെ കിടക്കുന്ന കാവ് പോലെ വള്ളിക്കെട്ടായിട്ട് കിടന്നിരുന്ന സ്ഥലമായത്. അപ്പോൾ അത് നമ്മൾ ആ ഡീപ്പ് ഫോറസ്റ്റ് നമ്മൾ പോലീസിനൊക്കെ ലെറ്റർ കൊടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷം നമ്മൾ ഹിറ്റാച്ചികളൊക്കെ ഇട്ട് 3 മാസത്തോളം ഹിറ്റാച്ചികൾ കയറി ഇറങ്ങിയാണത് 5-6 ഹിറ്റാച്ചി കയറി ഇറങ്ങിയാണത് മുഴുവനും നമുക്ക് നോർമൽ ലെവലിലേക്ക് ആക്കിയെടുത്തത്. അപ്പം ബൈ ദ ടൈം നമ്മൾ ഇവരെ കൊണ്ട് തന്നെ നമ്മുടെ സെല്ലേഴ്സിനെ കൊണ്ട് തന്നെ ഒപ്പിടിച്ച് നമ്മൾ കാശ് കൊടുത്ത് റെറയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥ വന്നത് ആദ്യമായി നമുക്കൊരു ടെമ്പററി പെർമിറ്റ് കിട്ടിയെങ്കിലും പിന്നീടുള്ള കംപ്ലീറ്റുള്ള പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിറ്റ് കിട്ടിയില്ല. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ സോയിൽ സ്റ്റെബിലിറ്റി അളക്കുന്നതിനുള്ള മെഷീൻ അവരുടെ കയ്യിലില്ല. കാരണം ഇത് ഭയങ്കര വലിയ പ്രോജക്റ്റാണ്. കേരളത്തിലെ ഇത്ര ഭയങ്കരമായ ഹ്യൂജ് പ്രോജക്റ്റ് ആയതുകൊണ്ട്
അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് ഒരു വിധത്തിലും നടക്കത്തില്ല എന്നുള്ളത് നമ്മൾ കോഴിക്കോട് കളക്ടർ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ആലോചിച്ച് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ പോയി KSDCയിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അവസാനം ബൈ ദ ടൈം നമ്മൾ 14 കോടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുറകോട്ടിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ്സിൻ്റെ ടീമുമായിട്ട് ആലോചിച്ച് പല കോഴിക്കോടുള്ളതും കൊച്ചിയിലുള്ളതും തിരുവനന്തപുരത്തുള്ള അഡ്വക്കേറ്റ്സുമായിട്ടും റെറയായിട്ടും ഒക്കെ ആലോചിച്ച് ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഒരു ഇത് കണ്ടുപിടിച്ചത്. റെറയ്ക്കകത്തൊരു പഴുത് കാരണം അതൊരു കമ്പനിയിലുള്ളവർ മാത്രം ആ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്, പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല, ഈ കമ്പനിക്കകത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്യം ചെയ്ത് വിൽക്കുന്നുമില്ല അൺനോൺ ആൾക്കാർക്ക്. പരസ്യം ചെയ്ത് വിൽക്കുമ്പോൾ മാത്രമേ റെയുടെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ റെറ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 90 ബയേഴ്സായിട്ട് 90 പ്ലോട്ടുകളായിട്ട് ബൈ ചെയ്യുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ സെല്ലർ എന്നുള്ള ആദ്യത്തെ കോൺസെപ്റ്റ് മാറ്റി നമ്മൾ ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് റെറയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. നമ്മൾ നേരത്തെ നമ്മൾ കാശ് കൊടുത്ത് ഫീസ് അടച്ചു വെച്ചിരുന്ന 8 ലക്ഷം രൂപ ഫീസൊക്കെ അടച്ചു വെച്ചിരുന്ന അതിന് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് ലെറ്റർ കൊടുത്തു. അങ്ങനെ നമ്മൾ 90 പ്രോപ്പർട്ടീസായിട്ട് നമ്മൾ ബൈ ചെയ്യുവാണ്. വി ആർ ബയേഴ്സ്. 90 പ്ലോട്ടുകളായിട്ട് ബൈ ചെയ്തു. അതുപോലെ തന്നെ 14 പ്ലോട്ടുകൾ അമ്പല കമ്മിറ്റിയായിട്ട് കേസിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആധാരത്തിനടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള 75% പൈസയും കൊടുത്ത് നമ്മൾ അതിനെ എഗ്രിമെൻ്റ് എല്ലാം ചെയ്തു വെച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ ബേസിക് എഗ്രിമെൻറ്റ് വെച്ചിട്ട് 11 പ്ലോട്ടുകൾ ഇതിൻ്റെ ഒരു സെറ്റിക്കിറ്റി എന്ന് പറയുന്നത് ഞാനിതിനെടുക്കുന്ന അധ്വാനത്തിൻ്റെ ഒരു സെറ്റിക്കിറ്റി. പക്ഷേ അത് എൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അതൊരു സീനിയർ ലിവിങ് ആയിട്ടുള്ള പ്രായമാകുന്ന ആൾക്കാർക്ക് എനിക്ക് ഉൾപ്പെടെ വന്ന് താമസിക്കാനായിട്ടുള്ളൊരു പ്രസ്ഥാനമായിട്ട് മാറണമെന്നുള്ള അങ്ങനെ തീരുമാനമെടുത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയപ്പോൾ ഈ നമ്മൾ ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുമ്പം നാളെ ആരെങ്കിലും ഒരാൾ പിണങ്ങിപ്പോയി കേസ് കൊടുത്ത കേസ് നിൽക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരിൽ നിന്നും നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് അത് മലയാളത്തിൽ എഴുതി എല്ലാവർക്കും അയച്ചു കൊടുത്തു, സകല ആൾക്കാർക്കും. അതവർ സൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിയലൈൻ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കാശ് വാങ്ങിച്ചത്. ആദ്യകാലത്ത് എല്ലാവരും തന്നെ അതിനകത്ത് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന് ശേഷം നമ്മളെടുത്തപ്പോഴത്തേക്കും ഈ 8 സെൻറ്റ് വീതം. അപ്പം വി ആർ ബയേഴ്സ്. അപ്പോൾ അവിടെ റിയലൈനും ബയറാണ്. കാരണം NRIസിനും ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ റിയലൈൻ്റെ പേരിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ റിയലൈനും ബയറാണ്. ഈ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അതിനകത്ത് 8 സെൻറ്റിൻ്റെ ബയേഴ്സാണ്. അതുകൂടാതെ നമ്മൾ കോമൺ ഏരിയ നടപ്പിലാക്കാനായിട്ട് അപ്പോൾ കൊണ്ടുവന്നതാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആശയം. ട്രസ്റ്റ് നമ്മൾ അസോസിയേഷനെ പോലല്ല. ട്രസ്റ്റിന് ഭയങ്കരമായ ലീഗലായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട്. 1000 വർഷം കഴിഞ്ഞാലും ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകില്ല. ഇനി എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോലും ഈ ഒരു ട്രസ്റ്റ് അവിടെ തന്നെ ഉണ്ടാകും. അതിൻ്റെ കോമൺ ഏരിയയും ബാക്കി ചെയ്തേക്കുന്നതൊക്കെ അതിനകത്തുള്ള അന്തേവാസികൾക്ക് തന്നെ ഉപയോഗിക്കാം. ഈ ട്രസ്റ്റിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുടിശ്ശിക കൊടുക്കാനുണ്ടെങ്കിൽ അസോസിയേഷൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയല്ല, നിയമപരമായിട്ട് അവർക്ക് വാങ്ങിക്കുകയോ മറ്റവരുടെ പ്രോപ്പർട്ടി ട്രസ്റ്റിൻ്റെ പേരിൽ അറ്റാച്ച് ചെയ്യാനോ ഒക്കെയുള്ള അധികാരങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്ത് എല്ലാം മൊത്തത്തിൽ അപ്പോൾ ഈ പല പ്രാവശ്യമായിട്ട് നമ്മൾ 22 ലക്ഷം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2021 കമ്പനിക്കകത്തോട്ട് പൈസ കിട്ടപ്പോൾ 22 ലക്ഷമാണ് ഇട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 25 ലക്ഷം 23 ആയി 25 അത് ഈ ടൈം വാല്യൂ ഓഫ് മണി ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മളത് കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എഴുതി ഈ പറഞ്ഞ പ്രോപ്പർട്ടി റിയലി ബൈ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്ക് കുറേ ബില്ലുകളൊന്നും നമ്മൾ സെറ്റിൽ ചെയ്യാൻ കിടപ്പുണ്ട്. എല്ലാ ബില്ലുകളൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല. പിന്നെ കോമ്പൗണ്ട് വാളുകൾ തീർന്നിട്ടില്ല, ഫെൻസിങ് തീർന്നിട്ടില്ല, ഇങ്ങനത്തെ ഒരുപാട് കുടിവെള്ള പദ്ധതി തീർന്നിട്ടില്ല. അപ്പോൾ കുറേ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കണക്ക് കൂട്ടി അമ്യൂണിറ്റീസിന് ചിലവാക്കാനായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് 6 ലക്ഷം രൂപ നമ്മൾ എല്ലാവരെ കൊണ്ടും അഡ്വാൻസും ചെയ്യിച്ചു. അതുകൂടാതെ നമ്മൾ രജിസ്ട്രേഷനും മറ്റുമൊക്കെ ആയിട്ട് 2.25 ലക്ഷം രൂപയും അക്കൗണ്ടിലേക്ക് അടച്ചു. അങ്ങനെ നമ്മൾ മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഈ മൊത്തം 18 ഏക്കറിന് മൊത്തം വന്ന പൈസയ്ക്കകത്ത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റിയത് 390,975 വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയത്. 390,975 1 സെൻറ്റിന്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 8 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് കിട്ടുമ്പോൾ ഏറെക്കുറെ 5 സെൻറ്റോളം എക്സ്ട്രാ ആയിട്ടും കൂടെ കിട്ടും. കാരണം 5 ഏക്കർ ചില്ലറ കോമൺ ഏരിയയ്ക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 9 കോടിയോളം നമ്മൾ സ്പെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 കോടിയോളം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അത് എത്തി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഏതാണ്ട് 5 സെൻറ്റോളം, പക്ഷേ എവിടെയെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരാവുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനൊരു
10ഓളം കേസ് സ്റ്റഡീസ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതുകൂടെ ഒന്ന് കാണുക. അപ്പോൾ അതും 10-25,000 കോടി, 5,000 കോടി, 8,000 കോടി അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ ജസ്റ്റ് ഒരു പത്ര-ന്യൂസിൻ്റെ പേരിൽ തകർന്നു പോവുക, അതിനകത്ത് പാർട്ട്നേഴ്സ് നമ്മളുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ തകർന്ന് തരിപ്പണമായി പോവുക. അപ്പോൾ അങ്ങനെ വരാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ പൈസയും വാങ്ങിച്ചത്. ബ്ലാക്ക് മണി ഒന്നുമില്ല, ഒൺലി വൈറ്റ് മണി റിയൽ ലൈൻ്റെ അക്കൗണ്ടിലേക്ക്, അതും പ്രോപ്പറായിട്ട് എഗ്രിമെൻറ്റിന് ശേഷം ഇന്നത് ഇന്ന സമയത്ത് കൊടുക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് മലയാളത്തിൽ വെച്ച് അവർ വായിച്ച് സാക്ഷിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതിന് ശേഷമാണ് അവരെ കൊണ്ട് പൈസ ഇടിച്ചേക്കുന്നത്. അപ്പോൾ റിയൽ ലൈൻ കമ്പനി ഈ ഷെയർ ഹോൾഡർ ഒരു ഏജൻറ്റിനെ പോലെ പ്രവർത്തിക്കും. നിയമത്തിനകത്ത് അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ബിനാമി ട്രാൻസാക്ഷൻ ഒന്നുമല്ല, ഒരു ഏജൻ്റായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള ഓതറൈസേഷനോട് കൂടി തന്നെയാണ് നമ്മളത് വാങ്ങിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഇതല്ലാതെ ചെയ്തിട്ടുള്ള പല കമ്പനികളും ഒരു ന്യൂസിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുള്ള സംഭവങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഇത് ചെയ്തേക്കുന്നത്. നിങ്ങളത് യൂട്യൂബിൽ അതൊന്ന് കാണുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ 390 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 8 സെൻറ്റ് വരുന്ന പ്ലോട്ടിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും വരും, രജിസ്ട്രേഷൻ എക്സ്പെൻസസും വരും, മറ്റെല്ലാ ചിലവുകളും, സർവേ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം പ്രിസിഷൻ സർവേ ചെയ്യണം. 8-10 പ്രാവശ്യം ചെയ്തായിരിക്കും അത് ഫൈനലൈസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അതിൻ്റെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ. ഇപ്പോൾ ഇതിനെ കണക്ക് കൂട്ടാനായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു 12 സ്റ്റെപ്പിൽ ഒന്ന് പറയാം. ഈ ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈൻ്റെ നമ്മൾ കോഴിക്കോട് ഗ്രീൻ സിറ്റിയിലെ കണക്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് വരത്തില്ല. നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം, നമ്മൾ 1805 സെൻറ്റാണ് നമുക്കവിടെ മൊത്തം പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് നമ്മൾ സെല്ലർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു സെൻറ്റിന് 1,55,000 രൂപ വെച്ചാണ്, പ്ലസ് 10% സ്റ്റാമ്പ് ഡ്യൂട്ടിയും മറ്റും എല്ലാം വരും. അപ്പം നമ്മളവിടെ മൊത്തം കണക്ക് കൂട്ടുമ്പം ഇപ്പോൾ ഈ സെല്ലർക്ക് കൊടുക്കേണ്ട മൊത്തം സ്ഥലത്തിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ സ്റ്റെപ്പ് 2 ആയിട്ട് കണക്ക് കൂട്ടും. ടോട്ടൽ കോസ്റ്റ് 27,97,99,800 രൂപ വരും ടോട്ടൽ കോസ്റ്റ്. അതുകൂടാതെ അതിൻ്റെ മൊത്തം വാങ്ങിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ചിലവുകൾ 2,79,79,980 രൂപ വരും. അതുകൂടാതെ 100ഓളം ആധാരങ്ങൾ പഠിച്ച് ഒരു വലിയ ടീം തന്നെ ഇരുന്ന് പഠിച്ച് ചെയ്തതാണ്. 10-14 പേര് കുറേ ദിവസം ഇരുന്ന് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ചാർജസ് എന്ന് പറയുന്നത് ഏതാണ്ട് 36,90,000. അപ്പോൾ അതിൻ്റെ ചിലവുകൾ, രജിസ്ട്രേഷനുള്ള അഡീഷണലായിട്ട് വരുന്ന അവിടുത്തെ ചിലവുകൾ, പോക്കുവരവ് ചെയ്യാനായിട്ടുള്ളത്, അങ്ങനെയുള്ളതെല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ ലീഗൽ കോസ്റ്റ് ഉള്ളതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇപ്പം സ്റ്റെപ്പ് 4 വരുമ്പോഴത്തേക്ക് നമ്മൾ 31 crores 14 lakhs 69,780. ഇതാണ് ആക്ച്വലി. ഇതെല്ലാം ഫാക്റ്റാണ്, കണക്കാണ്, കൃത്യമായിട്ട് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം കൊടുത്തേക്കുന്നതാണ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ അതിനകത്ത് കയറി അന്നു മുതൽ കാടായിട്ട് കിടന്നപ്പോൾ കാട് വെട്ടി കയറിയത് മുതൽ ചുറ്റും ടെമ്പററി മുള്ളുകമ്പി ഇട്ടു മുതൽ അത് കഴിഞ്ഞ് നമ്മളെല്ലാം ചെയ്ത് ഡെവലപ്മെൻറ്റ് റോഡെല്ലാം തീർന്ന് സകലതും എല്ലാം ചെയ്തു വന്നപ്പം ULCC 12,80,00,000 രൂപ പറഞ്ഞത് നമ്മളതിനകത്തൊക്കെ ഒരുപാട് താത്താണ്. പക്ഷെ നമ്മുടെ എല്ലാ ചിലവും ഉൾപ്പെടെ, സകല ചിലവും ഉൾപ്പെടെ നമുക്കവിടെ 11 crores, അപ്പം 11,03,26,708 രൂപയാണ് നമുക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ സ്റ്റെപ്പ് 6 എന്ന് വേണേൽ പറയാം. ടോട്ടൽ നമുക്ക് വരുന്നത് 42,17,96,488 രൂപ വരും. ഇനി 7ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടാം. നമ്മൾ ജീവനോടുള്ള ചിക്കനെ, കോഴീനെ വാങ്ങിച്ചു ഫാമിൽ പോയിട്ട്, അപ്പോൾ അതിന് പപ്പും പോലും എല്ലാം ഉണ്ട്, കാലും ഇൻഡസ്ട്രീനും എല്ലാം ഉണ്ട്. അതിൻ്റെ മൊത്തമുള്ള തൂക്കം 1,805 കിലോ ആണെന്ന് എടുക്കുക. നമ്മൾ ചെറിയ മിനി ലോറിയിൽ കൊണ്ടുവന്നു. ഡ്രസ്സിങ്ങിനായിട്ട് നമ്മൾ കൊടുത്ത് അതിനെ ഫൈനലി നമ്മൾ ഡ്രസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കഴിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ സെയിലബിൾ ലാൻഡ്, വിൽക്കാൻ പറ്റുന്ന ലാൻഡ് നമുക്ക് 1,078.83 സെൻറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു അല്ലാതൊരു തമ്പ് റൂൾ അനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ പോലും ആണെങ്കിലും നമ്മൾ ഈ 18 ഏക്കർ എടുക്കുമ്പോൾ അതിൻ്റെ 35% കോമൺ ഏരിയ ആയിട്ട് വിടണമെന്ന നിയമമുണ്ട്. ബിൽഡിംഗ് റൂൾസിനകത്തുള്ള നിയമമാണ്. അപ്പോൾ അത് കർണാടകത്തിലാണെങ്കിൽ 50%, കേരളത്തിലാണെങ്കിൽ 35%. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഏതാണ്ട് 6.5 ഏക്കറോളം നമ്മൾ കോമൺ ഏരിയയിൽ പോകേണ്ടതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. പക്ഷേ അതിനൂടെ നമ്മൾ കാശ് കൊടുക്കണം. കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെയിലബിൾ ലാൻഡായിട്ട്, അതുകൊണ്ട് തന്നെ
നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പ്രൈസിൽ പോകും എപ്പോഴും നമ്മളിങ്ങനെ എന്താണ് ലാൻഡ് ഒരുപാട് കുറഞ്ഞു ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പപ്പും തൂലും ഒക്കെ ഉള്ള ചിക്കൻ്റെ വില അല്ലല്ലോ ഡ്രസ്സ് ചെയ്ത് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഫൈനലി കിട്ടുന്നത് 1078.83 സെൻറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇനി നോക്കാം, നമുക്ക് മൊത്തം ചിലവായ 42,17,00,000 ആയിട്ടുള്ളതിനെ നമ്മൾ ഈ സെൻറ്റ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. സിമ്പിളി നിങ്ങളുടെ കാൽക്കുലേറ്റർ മൊബൈൽ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വളരെ വ്യക്തമാകും. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ സെൻറ്റ്, അപ്പോൾ 42,17,00,000 സംതിങ് വരുന്നതിനെ നമ്മൾ 1078.83 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു സെൻറ്റിൻ്റെ വില കിട്ടും. അതിനകത്ത് ആർക്കും കൂടുതൽ അവിടെ വന്ന ആളോ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച ആളെന്ന് പറഞ്ഞ് കുറവോ കൂടുതലൊന്നുമില്ല. അത് 390 വെച്ച് 975 വെച്ച് വരും. ഇനി നമുക്ക് 9ാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലോട്ടിന് എത്രയാവും. അപ്പോൾ 8 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടിന് നമ്മൾ അത് ഇത് വെച്ച് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് 31,27,800 രൂപ. റിപ്പീറ്റ്, 31,27,800 രൂപ. പക്ഷേ അതിനകത്ത് 2021 പൈസ അടച്ചേക്കുന്ന ആൾക്കാരുണ്ട്, 2022 പൈസ അടച്ചേക്കുന്ന ആൾക്കാരുണ്ട്, 2023 മെയ് ആയിട്ട് അടച്ചേക്കുന്ന പൈസയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കണക്ക് ശരിയാകണമെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടൈം വാല്യൂ ഓഫ് മണി നമ്മളെടുക്കും. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എടുത്തിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടാണ് 22 ഇടിയിച്ചു, 25 ഇടിയിച്ചു, 30 ഇടിയിച്ചു. അപ്പോൾ ചിലർക്ക് ലാസ്റ്റ് വന്നവർക്ക് അത് കൂടുതലായി പോകും, അവർക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ടൈം വാല്യൂ ഓഫ് മണി അവർ ലാസ്റ്റാണ് കൊണ്ടിട്ടേക്കുന്നത്. ഇനി നമ്മൾ 10ാമത്തെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 90 പ്ലോട്ടുകളാണ് നമുക്ക് അവിടെ സെയിലബിൾ പ്ലോട്ട് ഉള്ളത്, 90 ഉള്ളൂ. ഇനി അതിനകത്തുനിന്ന് അതുകൂടാതെ നമുക്ക് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇതിനോട് ചേര കിടക്കുന്ന നമ്മൾ കാശ് കൊടുത്തു, പക്ഷേ നമുക്കത് വിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ 14 പ്ലോട്ടുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഡോക്ടർ ജയരാജനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ എനിക്ക് നിയമപ്രകാരം 5% ഒരു സെറ്റിക്വിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെറ്റിക്വിറ്റി ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, അത് സീനിയർ ലീവിങ് സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ആർക്കും വേണ്ടാത്തത് ലീസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള 11 പ്ലോട്ടുകൾ അതിനുണ്ട്. അതിന് നമ്മൾ അത് പിന്നെ പലർക്ക് ആ പ്ലോട്ടുകൾ കൊടുത്ത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റും, അകത്തോ പുറത്തോ നമുക്ക് എവിടെയാണോ പീസ്ഫുള്ളായിട്ട് ആ സ്ഥാപനം വരാൻ പറ്റുന്ന അവിടത്തേക്ക് അങ്ങനെ മാറ്റും. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 115 പ്ലോട്ടുകൾ. അപ്പോൾ നമ്മുടെ ഈ പ്രതിപക്ഷം അതിനകത്ത് ഇരുന്നുകൊണ്ട് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ആ 115 പ്ലോട്ട് ഇൻറ്റു അങ്ങനെ ഗുണിക്കാൻ പറ്റത്തില്ല, കാരണം 14 നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല, 11 സീനിയർ ലിവിങ്ങിന് പോകുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാവർക്കുമായിട്ടുള്ളത് ഈ 390 അതായത് മലബാർ ഹിൽ പാലസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് 126.74 സെൻറ്റാണ്. അതിൻ്റെ പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 4,95,52,200 രൂപയാണ്. അത്രയും പൈസ മാത്രമേ ആ കമ്പനിക്കകത്തോട്ട് വാങ്ങിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതൽ വാങ്ങിക്കാൻ സാധ്യമല്ല, ഒരു വിധത്തിൽ സാധ്യമല്ല. കാരണം അതെല്ലാം ഓഡിറ്റ് ചെയ്ത് അതിനകത്ത് ഷെയർ ഉള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറക്റ്റ് ഓഡിറ്റഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ആണ് ആ പൈസ തീർത്ത് കൃത്യമായിട്ട് കിട്ടും. അവിടെ ഈ പ്രതിപക്ഷം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഇനി അതേപോലെ തന്നെ നമുക്ക് 15ാമത്തെ സ്റ്റെപ്പായിട്ട് പറയാവുന്ന മലബാർ സിഗ്നേച്ചർ ഇന്ന്, അതിന് നമുക്ക് 2 ഏക്കർ 33 സെൻറ്റ് 33.9. അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഈ 390 വെച്ച് കൂട്ടുമ്പോഴത്തേക്കും 9,14,29,050 രൂപ. കൂടുതലും കുറവൊന്നുമില്ല. ആ പ്രോപ്പർട്ടിയുടെ നമ്മൾ അക്യൂർ ചെയ്തേക്കുന്ന ഓരോ പ്ലോട്ടുകാരനും 8 സെൻറ്റ് വാങ്ങിച്ചേക്കുന്നത് പോലെ തന്നെ. അപ്പം ഈ വേലി കെട്ടാനും റോഡ് കെട്ടാനും എല്ലാ കാര്യത്തിനും എല്ലാം ഈ 390 വെച്ച് മുടക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും തുല്യമായിട്ടാണ് മുടക്കിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വെച്ചത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് മെയിൻ്റനൻസ് എക്സ്പെൻസസ് വരും. ഓക്കെ, അപ്പോൾ ഈ 390 വെച്ച് തന്നു എന്ന് പറയുന്നത് നമ്മൾ ആ പിന്നെ എന്താണ് ഈ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 6 ലക്ഷം വാങ്ങിച്ചിട്ടു, 2.5 ലക്ഷം രൂപ നമ്മൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആധാര ചെലവുകൾക്ക് അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ കണക്കേ ഉള്ളൂ. മൊത്തമായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വരുമ്പോഴത്തേക്ക് 1 സെൻറ്റിന് 390 വെച്ച് വരുന്നു. അതിനുശേഷമുള്ള പിന്നീട് വരുന്ന ഒരുപാട് ലീഗൽ എക്സ്പെൻസസ്, യൂട്ടിലിറ്റി എക്സ്പെൻസസ്, സ്റ്റാഫിൻ്റെത്, ഇങ്ങനെയുള്ള ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് 8 സെൻറ്റിന് ഒരാൾക്ക് വരുന്നതെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണും. അതിനകത്ത് വന്നിട്ടുള്ളത് 31,27,800 രൂപ. അത് ഇൻക്ലൂസീവാണ്.
സ്റ്റാമ്പ് ഡ്യൂട്ടി ഈ 6 ലക്ഷം നമ്മൾ ഡിപ്പോസിറ്റ് കൊടുത്തത്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് 2.5 ലക്ഷം രൂപ കൊടുത്തത്, അങ്ങനെ നമുക്ക് പലപ്പോഴായിട്ട് ഓരോന്ന് കണക്ക് കൂട്ടിയിട്ട് ബാക്കി തിരിച്ചു കൊടുക്കുക, പോക്കറ്റിലിട്ട് കൊടുക്കുക, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കമ്പനിക്ക്. കാരണം ഇതിനെല്ലാം വൗച്ചറും ഇതിനെല്ലാം നമുക്ക് അതിനുള്ള രേഖകളായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഈ സെൻറ്റേജ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് ഈ പിന്നെ 7.98 ആയിരിക്കും, ഇല്ലെങ്കിൽ 7.8 ആയിരിക്കും. അവിടെ ഒരു ചെറിയ ഫ്രാക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഏതാണ്ട് 5 സെൻറ്റോളം ഓരോരുത്തർക്കും കോമൺ ഏരിയയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കോമൺ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലം കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളത് അവിടെ പ്ലോട്ട് കൊടുത്തു വന്നപ്പം 8 സെൻറ്റും കഴിഞ്ഞിട്ട് ഒരു 0.25 സെൻറ്റ് കൂടെ വന്ന് കാണും. അതിന് നമുക്ക് എക്സ്ട്രാ പൈസ ഈടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ അല്ല അത് കൊടുക്കാനായിട്ട് നമ്മളൊരു പ്ലോട്ടായിട്ട് തന്നെ കണക്കൂട്ടി നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ല അതിന് സാങ്കേതികമായിട്ട് വരാവുന്ന ഫ്രാക്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അത് പറഞ്ഞ് കേസ് കൊടുത്തേക്കുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ സംഭവിച്ചത് ഈ കയ്യിലേറ്റവനെ കാൽ കൊണ്ട് ചവിട്ടി തള്ളി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. നമുക്ക് ഈ ഒരു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിന്ന് എനിക്കെതിരെ ഈ കുറച്ച് പേര്, അതായത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ടങ്ങ് അനുകൂലമായ മൊമെൻറ്റ് വരുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഏക്കർ സ്ഥലം അടുത്ത് കിടന്നത് പർച്ചേസ് ചെയ്യാനുണ്ടായ ഒരു റീസൺ, അത് 6 ഏക്കർ ചില്ലറയാണെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് 8-10 വർഷം കേസ് പറഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വക്കീലിനെ വെച്ച് ആ കേസ് നടത്തി നമ്മൾ വിജയിച്ചു. അപ്പോൾ ഈ അവർക്ക് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തോട്ട് കയറാൻ പറ്റില്ല, തൊട്ടടുത്ത പ്രോപ്പർട്ടിക്കാരാണ്. പക്ഷേ അവർ വീണ്ടും അപ്പീൽ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു 10 വർഷത്തേക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ത്രിശങ്കുലം നമ്മൾ നിൽക്കും. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോൾ പോലെ വില പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് വാങ്ങിച്ച സമയത്ത് അതും കൂടെ വാങ്ങാനായിട്ട് പറ്റി. അപ്പം ഞാൻ ബാക്കി കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇതിൻ്റെ ഓഫർ പറഞ്ഞു. അവർ പറഞ്ഞു, സാറേ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. അപ്പോൾ തക്ക സമയത്ത് അവർക്കും കാര്യമായിട്ട് പൈസ ഉണ്ടായില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എൻ്റെ പ്രോപ്പർട്ടി പണയപ്പെടുത്തിക്കൊണ്ട് അതിനെല്ലാം രേഖകളുണ്ട്, നമ്മൾ കോഴിക്കോട് ഓഫീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ സുന്ദരം ഫിനാൻസിയസിൽ നിന്നും യെസ് ബാങ്കിൽ നിന്നൊക്കെ ആയിട്ട് പൈസ എടുത്തിട്ടാണ് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അപ്പം അങ്ങനെ ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത് അതിനകത്തൊരു കണ്ടീഷനുള്ളത്, ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചേക്കുന്ന വിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ ഓപ്ഷൻ ഇട്ടുകൊണ്ടാണ്. ഇനി അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രതിപക്ഷത്തിനെ ഇൻവെസ്റ്റ് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവരുടെ ഈ ഒരു എന്താണ്, നമ്മൾ കൂടെ നിന്നവരെ ചവിട്ടി താക്കുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റം നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ബേസിക് എഗ്രിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓരോരുത്തർക്കും പ്രോപ്പർട്ടി വിൽക്കപ്പെടുന്ന സമയത്ത് റിയലൈൻ്റെ ഷെയറുകൾ തിരിച്ചു തരണം. അങ്ങനെ വരുന്ന ആ സമയത്ത് നിങ്ങൾ ട്രസ്റ്റിൻ്റെ മെമ്പറായി ഓട്ടോമാറ്റിക്കായിട്ട് മാറും എന്ന് പ്രത്യേകമായിട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഈ പാടുകെട്ടവനെ പാറ കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും, കാരണം എൻ്റെ സ്കില്ല് വെച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ മുൻകൂട്ടിയിട്ട് ചിലവാക്കി. അതിനകത്ത് കുറച്ച് പേര്, ഒരു 12 പേരോളം വന്നു നിന്നിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അധ്വാനിച്ചിട്ടുള്ളവരാണ്. അവരൊരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. അവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏറ്റവും നന്ദി കെട്ടവരായി പോകും. കാരണം അതിന് വേണ്ടിയിട്ട് ഒരുപാട് അവർ പാടുപെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഓഫ് ഇവൻ്റ് എങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ 2/2/2022 നമ്മൾ പിന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതും 14 കോടി നമ്മൾ കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നതും, നമ്മൾ ഫെയർ ലൈനും വൈറ്റ് ലൈനും കൊടുക്കുന്നത് നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 12/8/2022 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നമുക്കവിടെ സിവിൽ ഏവിയേഷൻ്റെ പെർമിഷൻ 72 നില വരെ പണിയാവുന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമായൊരു സംഭവമാണ്. കാരണം ഈ ലാൻഡ് വളരെ അപൂർവമായ ലാൻഡാണ്. നമുക്കപ്പോൾ അത് കിട്ടുന്നത് വലിയൊരു കാര്യമായിരിക്കും. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ 11/11/2022 റെറയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. റെറയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ 20/2/23 നമ്മൾ ഏതാണ്ട് ഫസ്റ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റോഡെല്ലാം വെട്ടി. അപ്പോൾ ആ സമയത്താണ് നമുക്ക് പിന്നെ ഇനി ഒരു കാരണവശാലും റെറ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണം 2 വർഷം കൂടി എങ്ങനെയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ പെർമിഷൻ കിട്ടാനായിട്ട് വീണ്ടും എടുക്കും. അതുവരെ നമ്മൾ സെല്ലേഴ്സ് നിൽക്കത്തില്ല, ആ ടൈം നമ്മൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിക്കലും റെറ നടക്കത്തില്ലാത്തത് കൊണ്ട് 90 പർച്ചേസിംഗ് ആയിട്ട്, ദെൻ ബി ആർ ബയേഴ്സ് നോട്ട് സെല്ലേഴ്സ്. നേരത്തെ നമ്മൾ വിഭാവനം ചെയ്തത് സെല്ലേഴ്സായിട്ടാണ്, റിയലൈൻ സെല്ലറാകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റിയലൈൻ ഉൾപ്പെടെ ബയറാണ്. അപ്പോൾ അവിടെ റെറയുടെ ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. NRIസിനും മറ്റുമൊക്കെ ആയിട്ട് റിയലൈൻ വാങ്ങിച്ചു, അല്ലാത്തവർ നേരിട്ട് 8 സെൻറ്റ് വാങ്ങിക്കുകയും ചെയ്തു. വി ആർ ബയേഴ്സ്. അപ്പോൾ അവിടെ റെറയുടെ നമുക്ക് നിയമം നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മളപ്പം ഈ പറഞ്ഞ 90
പിന്നെ ബയേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഫൈനൽ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് 30/5/2023 അപ്പോൾ അന്ന് നമ്മൾ 14 കോടി വീണ്ടും കൊടുക്കുന്നു, എല്ലാവരുടെ കയ്യിൽ നിന്നോടെ കളക്ട് ചെയ്തിട്ട്. അതോടുകൂടി നമുക്ക് 8 സെൻറ്റ് എല്ലാവരുടെ പേരിലും നമ്മൾ പൂർണ്ണമായിട്ടും ബയേഴ്സായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പിന്നെ 3/6/2023 പഞ്ചായത്തിൽ നിന്നും മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നൊക്കെ നമുക്ക് ലെറ്റേഴ്സ് വന്ന് പിന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു RTP ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ബൈ ദ ടൈം നമ്മളെല്ലാം മ്യൂട്ടേറ്റ് ചെയ്ത് പലരുടെ പേരിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒറ്റ ഇതായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഡെവലപ്മെൻറ്റ് പെർമിറ്റ് റിയലൈൻ്റെ പേരിൽ കിട്ടത്തില്ല. കാരണം ഉടമസ്ഥരെന്ന് പറഞ്ഞാൽ 8 സെറ്റ് ആയിട്ടുള്ള 90 പ്ലോട്ടുകളായി മാറിപ്പോയതാണ്. അപ്പോൾ ഓരോരുത്തരും ആപ്ലിക്കേഷൻ കൊടുത്ത് ജോയിൻ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് ബൈ ദ ടൈം നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മീറ്റിംഗ് ഡിസ്ട്രിക്ട് കളക്ടർ വിളിച്ചു കൂട്ടി അതിൽ പോയി, അത് പല പ്രാവശ്യം പോയി. നമ്മുടെ ആൾക്കാർ പലരും അതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നണം. നിങ്ങൾ വേറെ പല സ്ഥലത്തുമാണ് കുറ്റം പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നടന്നിട്ടുള്ളവർ മാത്രം ഇതിനകത്തുണ്ട്. ഈ കഷ്ടപ്പെട്ടവരാരും ഇതിൻ്റെ പുറകെ നടത്തിയിട്ടുള്ള ഈ 12 പേർ അവരാരും ഒരു കുറ്റവും പറയുന്നില്ല കേട്ടോ. അത് വളരെ നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ഗവൺമെൻറ് ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ ടീം ഉണ്ടാക്കുന്നു, അതിനെ സ്കെഡ്യൂൾ ചെയ്യുന്നു. രണ്ടാമതായിട്ട് RTPയും പഞ്ചായത്തും എല്ലാം കൂടെ ജോയിൻ്റ് സെക്കൻഡ് ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് മൈനിങ് ആൻഡ് ജിയോളജിയും CTP ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അവസാനം നമുക്ക് പെർമിഷൻ തരണ്ട എന്നുള്ള തീരുമാനത്തിൽ വരുന്നു. അപ്പോൾ ചീഫ് സെക്രട്ടറി കയറി കൊടുക്കുന്നു. ചീഫ് സെക്രട്ടറിക്ക് ഇത് ജെന്യുവൻ ആയിട്ടുള്ള എന്നെ നേരത്തെ അറിയാവുന്ന ആളുമാണ്. കാര്യങ്ങൾ ഞങ്ങൾ നേരിൽ പോയി കണ്ടു. ഇതിനകത്ത് നിന്ന് തന്നെ മാത്യുവും നമ്മുടെ ആർക്കിടെക്റ്റും ഒക്കെ ആയിട്ട് നേരിൽ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ അപ്പോൾ ചീഫ് സെക്രട്ടറി അവസാനം ഭയങ്കര അഡമൻ്റായിട്ട് ഒരാഴ്ചക്കകത്ത് നമുക്ക് പെർമിഷൻ തന്നിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഡോക്ടർ വേണു നിൽക്കുന്നു. അങ്ങനെ അവസാനം നമുക്ക് പെർമിഷൻ കിട്ടി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു ബയർ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന ഒരു ബയർ, അയാൾ സ്റ്റുഡൻ്റായിട്ട് ചേരാനായിട്ട് നേരെ വന്ന അടി തന്നെ പ്ലാറ്റിനം അങ്ങ് എടുത്തു. പ്ലാറ്റിനം അങ്ങ് എടുത്തിട്ട് അയാൾ ക്ലാസ്സുകൾക്കെല്ലാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ഗൾഫിലും എല്ലാം നടന്നിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തു. എന്നിട്ട് അയാൾ 2 പ്ലോട്ട് അയാളുടെ പേരിൽ, 1 പ്ലോട്ട് ഭാര്യയുടെ പേരിൽ എഴുതി വാങ്ങിച്ചിട്ട് അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ പ്ലാറ്റിനത്തിന് അയാൾ അടച്ച പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ എന്തിനു വേണമെങ്കിലും പൈസ എടുക്കുമ്പോഴത്തേക്കും GST എല്ലാം കൊടുത്ത് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം അന്നൊക്കെ 18%ഒക്കെയാണ്. അതിൽ നിന്ന് എമൗണ്ട് എല്ലാം പോയി കിടക്കുക. നമുക്കപ്പോൾ തന്നെയല്ല, അയാൾ തന്നെ വന്ന് 8-10 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും കഴിഞ്ഞു. ഉടനെ നമുക്ക് പൈസ എടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അയാൾ കോഴിക്കോട് വരുന്നു, ക്ലാസ്സിൽ കയറി ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ എല്ലാ ഓഡിയൻസ് ഇരിക്കുമ്പോൾ അവിടെ വെച്ച് എന്നെ ഒരുപാട് അസഭ്യം പറയുന്നു. അയാളുടെ ഭാര്യ തന്നെ എൻ്റെ അടുത്ത് ഇത് മുഴുവൻ ഫ്രോഡാണ്, തട്ടിപ്പാണെന്നിങ്ങനെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ആ പോലീസ് വന്ന് അയാളെ റിമൂവ് ചെയ്യുന്നു. അപ്പം ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു വളരെ അപൂർവമായൊരു സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യുന്നതല്ല. ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളെ ഞാൻ ഉടനെ തന്നെ നിയോഗിക്കുന്നു. ഇയാളുടെ വീട്ടിൽ പോകുന്നു. അയാൾ ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും എല്ലാ പ്രവർത്തികളെക്കുറിച്ചും വിശദമായിട്ട് പഠിക്കുന്നു. എന്നിട്ട് എനിക്ക് വിശദമായിട്ടൊരു റിപ്പോർട്ട് തന്നു. അയാളുടെ കുടുംബത്തിൽപ്പെട്ട രക്തബന്ധമുള്ള എല്ലാവരുമായിട്ട് അയാൾ കേസാണ്. ആകെ കേസില്ലാത്തത് മൈനറായിട്ടുള്ള അയാളുടെ തന്നെ 2 കുട്ടികളുമായിട്ട് മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ കേസില്ലാത്തത്. ബാക്കി എല്ലാവരുമായിട്ടുള്ള കേസിൻ്റെ കോപ്പികൾ, കോടതിയുടെ കോപ്പികൾ, അയാളെ കോടതി ശിക്ഷിച്ചേക്കുന്ന കോപ്പികൾ, ജയിലിൽ പോകാനായിട്ട് പറഞ്ഞേക്കുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം എടുത്തു തന്നു. അമ്മയുടെ പേരിൽ, സഹോദരൻ്റെ പേരിൽ, സഹോദരിയുടെ പേരിൽ, അളിയൻ്റെ പേരിൽ എല്ലാം കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കത് അതിശയം തോന്നിയില്ല. എന്നെ പറഞ്ഞതിനകത്ത് കുറവേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാനായിട്ട് പറയുകയാണ്, ഇതിനകത്തൊരു മുമ്പിൽ നിൽക്കാം എന്നും പറഞ്ഞ ഒരാൾ അവിടത്തുകാരൻ തന്നെ ഒരാൾ വന്നിട്ട് അയാൾ ഇങ്ങോട്ട് ആവശ്യം ഉന്നയിച്ച് എല്ലാം ഞാൻ നോക്കി നിന്ന് നടത്തിക്കോളാം, എനിക്കിത് ചെയ്ത് നല്ല പരിചയമാണ്, എന്നെ കൂടെ ഒന്ന് ഡയറക്ടറാക്കണം. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല. കാരണം ഡോക്ടർ ജയരാജൻ 2 കോടി മുടക്കിയാണ് ആദ്യമേ കയറിയേക്കുന്നത്. അതുപോലെ തന്നെ സിംഗപ്പൂറുള്ള മണികണ്ഠനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യം തുടങ്ങിയേക്കുന്നത്. അവരെ ഡയറക്ടറായിട്ടുള്ള പുറത്തൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അയാൾ എല്ലാ ദിവസവും ഓരോ കാര്യം വരുമ്പോഴെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നെ ഡയറക്ടറാക്കണം. അങ്ങനെ ഇത് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം അപേക്ഷിച്ചതിന് ശേഷം എന്നൊരു കാര്യം ചെയ്ത് നമ്മൾ ഒരു വർക്കിംഗ് ഡയറക്ടറായിട്ട് അയാളെ അപ്പോയിൻറ്റ് ചെയ്ത് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന് നമ്മൾ ലെറ്ററും കൊടുത്ത് അപ്രൂവ് ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ ഈ റോഡ് ചെയ്യാനായിട്ട് റോഡെല്ലാം പണി കഴിഞ്ഞതാണ്. ജസ്റ്റ് മെറ്റിൽ ചെയ്ത് ടാർ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റോഡ് തീർന്നാണ്, വണ്ടി നേരത്തെ തന്നെ മുകളിൽ പോകുന്നതാണ്. അപ്പം അന്നേരം ഇത് നമുക്ക് ബെനറ്റൻ എന്ന് പറഞ്ഞ PMC ഉണ്ട്. ആ PMC ആണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നെല്ലാം ലീസ്റ്റ് കോട്ടെല്ലാം എടുത്തിട്ട് ഫിക്സ് ചെയ്ത്. കാരണം എനിക്കറിയത്തില്ലാത്ത ജോലിയാണത്. അതെല്ലാം ചെയ്തു തന്നു.
അപ്പോൾ അന്നേരം അത് നമ്മൾ ആ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്ത ആൾ അയാൾക്ക് കൊടുക്കരുത്, അയാൾ കഴിവില്ലാത്ത ആളാണ്, അയാൾ ഫ്രോഡാണ്, തട്ടിപ്പാണെന്നൊക്കെ ഈ നമ്മുടെ നിർബന്ധമായിട്ട് വന്ന് ഡയറക്ടർ ബോർഡിൽ കയറിയ ആളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് അയാൾ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ പണിക്കകത്ത് അപാകത ഉണ്ടെന്നും പറഞ്ഞ് ഒരുപാട് പേരെ വിളിച്ച് കാണിച്ചത് പ്രശ്നമായി, അലമ്പായി. പിന്നെ അയാളെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ബാക്കി പണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ ഇയാൾ ട്രസ്റ്റിനകത്തും കയറി ഡയറക്ടർ ബോർഡിനകത്തുണ്ട്, കമ്പനിക്കകത്തും ഡയറക്ടർ ബോർഡിൽ നുഴഞ്ഞ് കയറിയേക്കാണ്. ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എനിക്കിതെല്ലാം ചെയ്ത് നല്ല പരിചയമാണ്, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ടാറിങ്ങിൻ്റെ പണി തുടങ്ങി. ടാറിങ്ങിൻ്റെ പണി അപ്പോൾ അങ്ങനെ പണിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ഇടിച്ചു കയറിയ ഈ ഡയറക്ടർ ഞാൻ ഒരുപാട് അനുമോദനങ്ങൾ കൊടുത്തു. കാരണം മറ്റാൾക്കാർക്ക് വന്ന് നോക്കാൻ സമയമില്ലാത്തപ്പോഴത്തേക്ക് ഇയാൾ വന്ന് നോക്കുന്നുണ്ടല്ലോ, ഇടപെടുന്നുണ്ടല്ലോ. ഞാൻ ഒരുപാട് അനുമോദനങ്ങളും അംഗീകാരങ്ങളും കൊടുത്തു. പല മീറ്റിങ്ങുകളും അയാൾ ചെയ്യുന്ന നന്മയെക്കുറിച്ച് പറയുകയൊക്കെ ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ നേരെ കയറി അങ്ങ് തിരിയുക ചെയ്തത്. നേരെ അങ്ങോട്ട് കയറി തിരിഞ്ഞിട്ട് ഇതിനെ മുഴുവൻ റൂൾ ചെയ്യുന്ന രീതിയിൽ ഇത് മൊത്തം നടത്താനായിട്ട് വേറെ എഞ്ചിനീയർമാരും അവിടെ വരാൻ പാടില്ല, തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് പാടില്ല, അയാൾ പറയുമ്പോഴെല്ലാം പൈസ കൊടുത്ത് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം, പറയുന്ന അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനകത്ത് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കർശനമായിട്ട് അയാളെ വാൺ ചെയ്തപ്പോഴത്തേക്ക് അയാൾ റിവോൾട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റ് മീറ്റിങ്ങിനകത്ത് കയറി അയാൾ ഷൗട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ക് പരിശോധിക്കാനായിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഈ ബെനറ്റൻ PMC നമ്മളെ ചൂണ്ടിക്കാണിച്ചു. ഇത് ഏതാണ്ട് 58 ലക്ഷം രൂപയോളം നിങ്ങളെ പറ്റിച്ചേക്കുവാണ്, ഞങ്ങൾ പറഞ്ഞു കൊടുത്തേക്കുന്ന കഴിഞ്ഞും കൂടുതൽ കാശാണ് അവർ വാങ്ങിച്ചേക്കുന്നത്, ശരിയായിട്ടില്ല എന്നവർ ഒബ്ജക്ഷൻ ഉന്നയിച്ചു. പക്ഷേ അവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ആക്രോശിച്ച് അവർക്ക് വരാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അവരെ അതിൽ നിന്ന് അങ്ങ് ഒഴിവായി. അങ്ങനെ ഒഴിവായും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോൾ ഇദ്ദേഹമാണിത് നടത്തുന്നതെന്നുള്ളൊരു വലിയ നടത്തിപ്പുകാരനായിട്ട് അയാളുടെ തൊട്ട അയൽവക്കത്തുകാരനാണ്, അവിടുത്തെ നാട്ടുകാരനാണ്, അയാൾ കംപ്ലീറ്റ്ലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കംപ്ലീറ്റ് അപ്പോൾ വേറൊരാൾ നേരത്തെ അയാളുടെ പ്ലാറ്റിനത്തിൽ വന്നതിന് ശേഷം 3 പ്രോപ്പർട്ടി എടുത്തിട്ട് റീഫണ്ട് വാങ്ങിച്ച് എന്നെ തെറിയും വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. രണ്ടാമത് സ്വയം അവരോധികനായത് ഇടിച്ചു കയറി സ്ഥാനം ഏറ്റെടുത്ത് പിടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാല് കൊടുത്തവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കൈത്താങ്ങ് കൊടുത്തവനെ കൈവിട്ടു എന്ന് പറഞ്ഞതുപോലെ അവിടെ എനിക്കെതിരെ ഇവരങ്ങോട്ട് ശക്തമായിട്ടങ്ങ് തിരിയുകയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ദോഷമായിട്ട്, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവർ ഒരുപാട് കഥകളുണ്ടാക്കി, ഒരു പ്രതിപക്ഷമായിട്ട് മാറി. പക്ഷേ പല ആൾക്കാരും അതങ്ങനെ ചെവിക്കൊണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ റെറയിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. റെറയിൽ കള്ളപ്പരാതി കൊടുത്തു. റെറ ആദ്യം ഒന്നും അത് നോക്കിയില്ല. കാരണം റെറയുടെ ചെയർമാനോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അഡ്വൈസ് ചോദിച്ചുകൊണ്ടിരിക്കും, പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ റെറ ആദ്യം ചെവിക്കൊണ്ടില്ല. അപ്പോൾ ഇവരെന്ത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു വീഡിയോ, നമ്മളങ്ങനെ പരസ്യം കൊടുത്തിട്ടില്ല, അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആരോ പിള്ളേരുണ്ടാക്കിക്കൊണ്ട് തന്നതാണ്, അതിനകത്ത് പ്രിവ്യൂ എന്ന് എഴുതിയിട്ടുണ്ട്, നമ്മളത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അതെടുത്തിട്ട് അതിനകത്ത് തന്നെ നമ്മുടെ വാട്സപ്പിൽ കിടന്ന് കറങ്ങിയതാണ്. അതെടുത്തിട്ട് നേരെ ററായി കൊണ്ട് കൊടുത്തു. നമ്മൾ വാട്സപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് ഇട്ട കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുത്തിട്ട് അതിനകത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടേക്കുന്നൊരു യൂട്യൂബ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശിക്ഷ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് ചെയ്ത് പ്രോപ്പർട്ടി വിറ്റാലേ ശിക്ഷ വരുള്ളൂ. ഞാനൊരു പ്രോപ്പർട്ടി ഇത് പബ്ലിക് അറിയണം, എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നാട്ടുകാരെ നമ്മളെ അറിയിക്കണം, പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. നമുക്ക് ഇല്ലാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് വിൽക്കാനുണ്ട്, നിങ്ങൾ വന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്താൽ അത് ഒഫൻസാണ്. നമ്മളത് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാം, എത്ര കൊടുത്താലും അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരാളോടെങ്കിലും ഇന്ന വിലയ്ക്ക് ഒന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓഫൻസ്. നമ്മൾ അത് ചെയ്തിട്ടില്ല, കാരണം അത് നിയമം അറിയാവുന്നതുകൊണ്ട് വളരെ നോക്കിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവരിങ്ങനെ പിറുപിറുത്ത് രണ്ടുപേരും, അത് 2023 നവംബർ മുതലേ ഇവരിങ്ങനെ പിറുപിറുത്ത് പലരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഗോസിപ്പുകൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ആരും അതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വീണ്ടും ചെയ്യണം, അവിടെ ചെടികൾ വെക്കണം, ബ്യൂട്ടിഫൈ ചെയ്യണം, പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്, ഞാൻ അതിൻ്റെ ലിസ്റ്റുകൾ പറയാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ 6 ലക്ഷം വെച്ച് വാങ്ങിച്ച പൈസ അതുകൊണ്ട് നമ്മൾ ചെയ്ത് തീർത്തതാണ്. നമ്മളവിടെ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നത്, നമുക്കവിടെ ഒരു ടോപ്പോഗ്രാഫിക്കൽ സർവേ നമ്മൾ ചെയ്യിച്ചു. ടോപ്പോഗ്രാഫി കംപ്ലീറ്റ്ലായിട്ട് നമ്മൾ റവന്യൂ ഡീറ്റെയിൽസിന് വേണ്ടിയുള്ള സോയിൽ ടെസ്റ്റിങ്ങിന് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡീസ് ചെയ്തു. മണ്ണിൻ്റെ ഗുണനിലവാരം നമ്മൾ ടെസ്റ്റ് ചെയ്തു. ബൗണ്ടറി ഡീമാർക്കറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തർ അടുത്തുള്ള സ്ഥലക്കാരൻ പോലുമായിട്ട് വഴക്കൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അതിനെല്ലാം നമ്മൾ ഇതെല്ലാം ഇട്ട് ഭയങ്കരമായിട്ട് ഡീമാർക്കറ്റ് ചെയ്തു.
അതുകൂടാതെ ഇപ്പം ഈ ഇത്രയും ഇതല്ലേ നാളെ ഒരു പ്രശ്നമായി മാറാനായിട്ട് പാടില്ലല്ലോ. പ്ലോട്ട് സബ് ഡിവിഷൻസ് ചെയ്തു, റീ അലോട്ട്മെൻറ്റ് ചെയ്യേണ്ടതും അങ്ങനെ അതിനെല്ലാം നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അലോട്ട്മെൻറ്റും എല്ലാം നടത്തി. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പെർമിഷൻസ് എല്ലാം നമ്മൾ അതിനെല്ലാം അപ്ലൈ ചെയ്യേണ്ട ഏജൻസികളെ കൊണ്ട് അപ്ലൈ ചെയ്യിച്ചു. ഈവൻ നമ്മുടെ റെറ ഉൾപ്പെടെയുള്ള ഇല്ല പഞ്ചായത്ത് പെർമിഷനൊക്കെ വേണ്ടിയിട്ട് പോയത് തന്നെ അവിടെ വന്ന ഒരു ലേഡി ആയിരുന്നു. അവർക്ക് നമ്മൾ 6 ലക്ഷം രൂപ പേ ചെയ്തു. പിന്നെ അവരും നമ്മുടെ ഈ പ്രതിപക്ഷ കക്ഷികളുമായിട്ട് കൂട്ടി യോജിച്ചുകൊണ്ട് അന്തർധാര കുറേ കാര്യങ്ങൾ നടന്നു. അത് നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡിന് നമ്മൾ ലേ ഔട്ട് ഒരു മാസ്റ്റർ ആക്സസ് റൂട്ട്സ് നമ്മളുണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ റോഡിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടാറിട്ടു, അതിൻ്റെ എല്ലാം ചെയ്തു വെക്കേണ്ടതെല്ലാം പിന്നെ കംപ്ലീറ്റ്ലി ചെയ്തു. പാർക്കിംഗ് സോൺ ഐഡൻറ്റിഫൈ ചെയ്തു, വെഹിക്കിൾ സർക്കുലേഷൻ എങ്ങനെ ചെയ്യണം അതിനുള്ള പ്ലാനിങ്. അതും കാലിക്കറ്റ് പിന്നെ PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ് ജമാൽ സാറാണ് അതെല്ലാം ചെയ്യിച്ചത്. അപ്പോൾ അങ്ങനെ കൊണ്ട് പ്രത്യേകമായിട്ട് കൺസൾട്ടൻസി ഫീസ് എല്ലാം കൊടുത്ത് നമ്മൾ അപ്പോൾ വെഹിക്കിൾ മൂവ്മെൻറ്റിൻ്റെ പ്ലാനിങ് എല്ലാം ചെയ്തു. എൻട്രൻസിനുള്ള ഗേറ്റുകൾ, അതിനുള്ള അവിടെ കയറി വരുന്നിടത്തുള്ള ഗാർഡ് റൂം, അങ്ങനെയുള്ള ഗേറ്റിംഗ് ഒക്കെ നമ്മൾ ആക്സസ് കൺട്രോൾ സിസ്റ്റം, പിന്നെ നമ്മൾ മറ്റ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്, സൈനേജ്, വേ ഫൈൻഡിങ്, അതുപോലെ ഇതിൽ ചെറിയ എമൗണ്ട് ആയിട്ടുള്ളതുകൊണ്ട് വലിയ എമൗണ്ട് ആയിട്ടുള്ളതുണ്ട് നമുക്ക്. പിന്നെ സൈൻ ബോർഡുകൾ ഇത് നമ്മൾ ചെയ്തു. വാട്ടർ സോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുവേണ്ടി നമ്മൾ 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, അവിടെ കിണർ കുത്തി, അപ്പം അവിടെ മോട്ടർ വെച്ചു. പിന്നെ അവിടെ വലിയ ടാങ്ക്, UG ടാങ്ക്, ഭൂമിക്കടിയിൽ 2 ലക്ഷം ലിറ്റർ വെള്ളം നിൽക്കാനുള്ള ടാങ്ക് നമ്മൾ കെട്ടി, ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ഉറവിടങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനായിട്ട് അവിടെ 2-3 ഫേസ് നമ്മൾ 3 ഫേസ് കൊണ്ടുവന്നു. അതിന് പൈസ അടച്ച് അത് അവിടെ കൊണ്ടുവന്ന്. അപ്പം ആക്ച്വലി ഇതൊന്നും കൊണ്ടുവന്നൊന്നും നമ്മൾ ഈ ബേസിക് എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിട്ടില്ല. വെള്ളം കൊടുക്കാമെന്നുള്ളതോ കറണ്ട് കൊടുക്കാമെന്നുള്ളതോ നമ്മളൊരു 10-16 അമ്യൂണിറ്റീസിൻ്റെ ലിസ്റ്റ് മാത്രം C പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ വെള്ളം കൊടുക്കാമെന്നുള്ളതോ ഇലക്ട്രിസിറ്റി സാധനങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് ചെയ്യാനുള്ള സപ്ലൈക്കുള്ള സിസ്റ്റം നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആശയം കൊടുത്തവനെ അതിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ പ്രതിപക്ഷം അങ്ങോട്ട് കയറി ഗോസിപ്പ് പറഞ്ഞ് ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിച്ചൊരു ക്യാമ്പയിൻ നടന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിനുള്ളത്, പിന്നെ ഓഫീസിനകത്ത് കമ്പ്യൂട്ടർ, പ്രിൻറ്റേഴ്സ്, പിന്നെ നമ്മൾ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അവിടെ നമ്മൾ 6 വാട്ടർ ബോഡീസ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ആർട്ടിഫിഷ്യൽ പോൺസ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഒരു ഈക്കോ സിസ്റ്റം തന്നെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇറിഗേഷൻ സിസ്റ്റം കൊണ്ടുവന്നു മൊത്തം ചെടികൾക്കും. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് സിസ്റ്റം, നല്ല പൈസ സ്പെൻഡ് ചെയ്ത് കയറി വരുന്നിടത്തും മുകളിലും എല്ലാം പ്രത്യേകമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഇറിഗേഷൻ സിസ്റ്റം ചെയ്തു. ചെയിൻ ലിങ്ക് ഫെൻസിങ്, അത് നമ്മുടെ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ആൾ ഏതാണ്ട് 1,37 ലക്ഷം ഏതാണ്ട് പറഞ്ഞിട്ട് ടോട്ടൽ GST ഉൾപ്പെടെ 1,61,00,000 രൂപ നമുക്ക് അയാളുടെ പേര് വെച്ചുകൊണ്ട് കൊട്ടേഷൻ തന്നത് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ വെറും 72 ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ ആൾക്കാർ ചുരുക്കോട് കൂടി 10-12 പേര് അതിനകത്ത് ഇറങ്ങി പണി തീർത്തത്. അപ്പം സഹായിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് പേര് മാത്രം അന്നും ഇന്നും എന്നും മാറി നിൽക്കുന്നു എന്നുള്ള അവരാണ് ഈ പ്രോജക്റ്റിൻ്റെ ശത്രുക്കളായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെയിൻ ലിങ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർക്കും അതിനകത്ത് കയറത്തില്ലാത്ത രീതിയിൽ സെക്യൂർഡ് ആക്കി, സെക്യൂരിറ്റി സിസ്റ്റം അറേഞ്ച് ചെയ്തു, CCTV ക്യാമറ കൊണ്ടുവന്നു, എൻട്രി ഗേറ്റ്, ആക്സസ് കൺട്രോൾ, ഇതെല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇനിയും നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ നിങ്ങളുടെ ID കാർഡ് ഇല്ലാതെ ചെന്ന് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാരണം അത്ര ഇതായിട്ട് നമ്മൾ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പം ഓരോരുത്തരുടെയും ഒരു ഇതായതുകൊണ്ട് നമ്മൾ അപ്പം നിങ്ങൾ പണിക്കാരെ കൊണ്ടുവരുവാണെങ്കിൽ ഇന്ന പണിക്കാരെ കൊണ്ടുവന്ന് എഴുതി കൊടുത്താലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ്, ഗ്രീൻ സ്പേസ് ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി. ട്രീ പ്ലാന്റേഷൻസ് ചെയ്തു, ആംബിയൻസ് ക്രിയേഷനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം ഈ 6 ലക്ഷം രൂപയിൽ കൂടെ ഒക്കെ വന്ന കാശും കൊണ്ടാണ്. നമ്മൾ കോമൺ ഏരിയ ബ്യൂട്ടിഫിക്കേഷൻ വന്നു. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഈ കോമൺ വർക്ക് ഏരിയ കൊണ്ടുവന്നു, പാർക്കിനുള്ള ഏരിയ, പ്ലേ ഏരിയ, ഗാർഡനുള്ള ഏരിയ. അപ്പോൾ അതെല്ലാം ഈ 5 ഏക്കറിനകത്ത് നമ്മൾ 5 ഏക്കർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്നു. 9 കോടി രൂപ കൊടുത്തതെന്നുള്ളത് നമ്മൾ തലക്കകത്ത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഈ പാർക്കും ഗാർഡനും ഈ ഒരു അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൈറ്റ് ഓഫീസസ്, സ്റ്റോറേജ് ഫെസിലിറ്റി, അതിനുവേണ്ടി തന്നെ കണ്ടെയ്നറൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ അവിടെ പിന്നെ നമുക്ക് ജനറേറ്ററുകൾ വാങ്ങിച്ചു, വണ്ടി വാങ്ങിച്ചു അവിടെ നമുക്ക് അകത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട്. പിന്നെ ക്യാപിറ്റൽ അസറ്റുകൾ നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു, പല എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു. ഇങ്ങനെയുള്ള നമ്മൾ പിന്നെ അസറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ലിസ്റ്റുണ്ട്, നമുക്ക് ലിസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ലീഗൽ കോസ്റ്റുകൾ വന്നെല്ലാം നമ്മളതെല്ലാം ക്യാപിറ്റലൈസ് ചെയ്തു. ടെക്നിക്കൽ അഡ്വൈസറി ഫീസസ് ഒരുപാട് കൊടുക്കും. വലിയ ടൗൺഷിപ്പ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു വീടിൻ്റെ മെയിൻ്റനൻസ് പോലും നിങ്ങൾക്ക് എന്തുമാത്രം ആകുമെന്നറിയാം. അപ്പോൾ ഇനി 18 ഏക്കർ നമ്മൾ 2025
മാർച്ച് മാസം വരെയുള്ള എല്ലാം ഒരു പുല്ല് പോലും കുരുക്കാതെ കംപ്ലീറ്റ്ലി നോക്കി നമ്മൾ നടത്തി കംപ്ലീറ്റ്ലി നമ്മുടെ കാശുകളെല്ലാം തീർന്നു. അതിന് കൊടുത്തേക്കുന്ന വേജസ് ചില ആഴ്ചയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പിന്നെ 10, 40 പേരുടെയും 30 പേരുടെയൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്, അവർക്ക് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് അത് അവിടെ കണക്ക് നമ്മൾ ഓഫീസിലിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതെടുത്ത് കൃത്യമായിട്ട് നോക്കാം. അവിടെ വന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് ഒപ്പിടണമെന്ന് പറഞ്ഞത് ഈ മൊത്തം കണക്ക് നോക്കി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അത് ചെയ്ത് അയാളുടെ ജോലിനെ കടപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കടപ്പെടുത്തിക്കൊണ്ട് അയാളെല്ലാം നോക്കി അവരത് സർട്ടിഫൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് റോളില്ല. പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ എത്രയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ. അതാദ്യം നമുക്ക് കണക്ക് നോക്കി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടോ, എൻ്റെ ഓരോ എമൗണ്ടും അവിടെ വന്നിട്ടുണ്ടോ നോക്കി ഉറപ്പ് വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളൊരാളെ നിർത്തുമ്പോഴത്തേക്കും നമുക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ഡെയിലി ആവുന്നുണ്ട്. എത്ര പേരാണ് അവിടെ നിർത്തി, എന്ത് പൈസയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എല്ലാം വൈറ്റ് മണി ആയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് വൈറ്റ് മണി ആയിട്ടാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. വൈറ്റ് മണി ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും സോഹോ പിന്നെ അക്കൗണ്ട്സിൽ കൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. നമുക്ക് ഡേറ്റ് വെച്ചിട്ട് ഓരോ വൗച്ചറും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് എടുക്കാം. മിസ് ചെയ്ത് പോയിട്ടുള്ളതെല്ലാം നമ്മൾ കണ്ടെടുത്ത് അവിടെ നിന്ന് പോയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ തിരിച്ച് വിളിച്ചിട്ടൊക്കെ ആണെങ്കിലും ശരി അതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ എന്താണ് പിന്നെ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഞാൻ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 1,40,00,000 രൂപയോളം നമുക്ക് ഈ കൊടുത്തേക്കുന്ന കൂടാതെ എക്സസ് പൈസ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മുടെ ഈ കേസുള്ള സ്ഥലം 14 പ്ലോട്ട് നമ്മൾ കേസുള്ള സ്ഥലം വാങ്ങിക്കാനായിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ്. അതുകൂടാതെ ഡോക്ടർ ജയരാജൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കത് എപ്പോഴാണെങ്കിലും അത് ഒരു 2-3 വർഷത്തിനകത്ത് കേസ് തീരുന്ന രീതിയിലാണ് അത് കിടന്നിരുന്നത്, ലിസ്റ്റായ സമയത്താണ്. പക്ഷേ പിന്നീട് നമ്മൾ ചെന്ന് അത് കേസ് നമ്മളത് വാദിച്ച് ജയിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് നമുക്കെതിരെയായിരുന്നു, തെറ്റായിരുന്നു, അത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ കേസ് ഒന്നേന്ന് വീണ്ടും ഇനി ചിലപ്പോൾ ഒരു 10-15 വർഷം വേണമെങ്കിൽ എടുക്കാം, അതേ രീതിയിലേക്കായി. അന്നത്തേക്ക് നമുക്ക് ഈ പറഞ്ഞേക്കാൻ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ പൈസ അവിടെ തന്നെ ഉണ്ട്, അത് ആരും കൊണ്ടുപോകത്തില്ല, ഒരു വിധത്തിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, അവിടെ ആ സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസയും കൂടെ ഇപ്പോൾ തന്നേക്കുന്ന ഈ 390 വെച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ 31 ലക്ഷം രൂപയ്ക്ക് ഓരോരുത്തർക്ക് പ്ലോട്ട് കിട്ടിയേക്കുന്നതിൻ്റെ കൂടാതെ ഇതും കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രാക്ഷൻ ഹോട്ടലുകാർക്കും അവകാശപ്പെട്ടതാണ്, ഫ്ലാറ്റുകാർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സ് മണി നമ്മളിപ്പോൾ കിടക്കുന്നത് ഈ ഹോട്ടലിൽ കിടക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഇപ്പം നമുക്കതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ജയരാജനാണ്, അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹമാണ്. അപ്പോൾ മലബാർ സിഗ്നേച്ചർ ഇൻ എന്ന് പറയുന്ന കമ്പനിക്ക് പിന്നെ 2,33,90 അപ്പോൾ ഏതാണ്ട് 9,14,29,000 രൂപയാണ് അതിന് ആ സ്ഥലത്തിന് വില വരുന്നത്. അത് 100% സെക്വേർഡ് ആണ്. അതിന് പോളിൽ പിന്നെ വേറെ നമുക്ക് യാതൊരു ചിലവുകളും ഇല്ല. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ പൈസയൊക്കെ നല്ലതുപോലെ വളർന്നു കിടക്കുക. പക്ഷേ ഇനിയിപ്പോൾ അത് ഞാനിപ്പോൾ അവിടെ ഏതാണ്ട് ഇനി ഒരു 200 കോടി രൂപ മുടക്കിക്കൊണ്ടൊരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുവരാൻ പോകുന്നില്ല. കാരണം ഇത്ര അലമ്പായി പോയെടുത്ത് എനിക്ക് അത്രയും ടാസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അത് വരുവാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വിലയൊക്കെ ഒന്നും കൂടെ ഡബിൾ ആകും. പക്ഷേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു അലമുണ്ടാക്കിയതോടുകൂടി എല്ലാവർക്കും അത് നഷ്ടം വന്നു കഴിഞ്ഞു. അത് പിന്നെ നമുക്കിനി വല്ല റിസോർട്ടിന് വേണ്ടി കൊടുക്കാനോ അങ്ങനെ വല്ലതും പറ്റത്തുള്ളൂ. അപ്പോൾ അത് അതിനകത്തുള്ള ആൾക്കാർ മുൻകൈ എടുത്ത്, അപ്പോൾ അതിൻ്റെ റൂൾ ഇങ്ങനെയാണ്, ഞാനത് നിങ്ങളോട് വായ്പ വാങ്ങിച്ചതല്ല, എന്നോട് വന്ന് നാളെ എനിക്കത് റീഫണ്ട് ചെയ്തേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റീഫണ്ട് ചെയ്യാനായിട്ട് കമ്പനി നിയമത്തിനകത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഷെയർ സർട്ടിഫിക്കറ്റും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇനി 200 കോടി അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനത് എൻ്റെ ഞാൻ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ട് നല്ലതുപോലെ വളർന്നു കിടപ്പുണ്ട്. അത് ഒന്നിച്ച് വേറെ വിൽക്കാൻ നോക്കുകയോ അവിടെ പല ആൾക്കാരുമായിട്ട് ആലോചിച്ചൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു കാര്യം ചെയ്യാം, കമ്പനിക്ക് അകത്തുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ അവിടെ അവർക്ക് ഏറ്റെടുത്ത് ആ പ്രോപ്പർട്ടി ആവശ്യമുള്ളവർക്ക് എടുക്കാം. അതല്ലെങ്കിൽ പിന്നൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അകത്താരും എടുക്കാൻ പറ്റത്തില്ല, പുറത്ത് ആർക്ക് വേണമെങ്കിലും വിൽക്കാൻ കമ്പനി നിയമപ്രകാരം അവരുടെ ഷെയർസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ പുറത്ത് വിൽക്കാനായിട്ട് നിയമമുണ്ട്. ഈ 2 കാര്യമുള്ളില്ല. എന്നോട് വന്ന് ചോദിച്ചിട്ട് എനിക്ക് റീഫണ്ട് തന്നേക്കാൻ പറയുവാണെങ്കിൽ ഞാൻ വായ്പ വാങ്ങിച്ച പൈസ അല്ല റീഫണ്ട് തരാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ നിയമത്തിൻ്റെ വശം. അതുകൊണ്ട് എനിക്കൊരു കാര്യം എൻ്റെ തലയെ കൊണ്ട് വെക്കാതെ നമ്മളത് സഹകരിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച്, ഡോക്ടർ ജയരാജനാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ, അദ്ദേഹമായിട്ട് സംസാരിച്ച് അപ്പം ഈ ഞാൻ ചെയ്തേക്കുന്ന കാര്യത്തെ അംഗീകരിക്കുന്ന ആൾക്കാരെല്ലാം ഈ പ്രതിപക്ഷങ്ങൾ ശത്രുവായിട്ട് വില്ലനായിട്ടങ്ങ് പ്രഖ്യാപിച്ചേക്കുക. അതൊന്നും നമുക്കിതിനകത്ത് ശരിയാവില്ല. ഇനി അതുപോലെ തന്നെ മലബാർ ഹിൽ പാലസ് എന്ന് പറയുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനുള്ളത്, അതിനകത്ത് നമുക്ക് 50 ഷെയർസാണുള്ളത്. ഒരാൾ
10 ലക്ഷം രൂപ വെച്ചിട്ടുള്ള 50 ഷെയർസാണ്. ഞാനും അതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് തന്നെ ഞാനും അതിനകത്ത് 3 ഷെയർസ് ഞാനും എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത് അത്രയും പ്രോപ്പർട്ടിയും ഷെയർ കിട്ടിയിട്ടുണ്ട്, ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി അവിടെ കിടന്ന് ഇങ്ങനെ വളർന്ന് വില കയറി കിടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട് അതൊരു സീനിയർ ലിവിങ്ങിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് കക്ഷികൾക്കോ വേണ്ടിയിട്ട് മറച്ച് വിൽക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു ബിൽഡറെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് പണിയിച്ചിട്ട് ബാക്കി പൈസ നമ്മൾ കൊടുത്തേക്കുക. ഞാനിനി ചെയ്തൊക്കെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായ നിലയ്ക്ക് അപ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്യാത്തൊരു സംഭവത്തിനകത്ത് അതിന് MD ഇല്ല, നമ്മളതിന് MD നിയമിച്ചിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഡയറക്ടർ വരെയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു പ്രതിപക്ഷക്കാരൻ പറഞ്ഞു നമ്മൾ ഓരോ കമ്പനി ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യയെ കൊണ്ട് മക്കളെ കൊണ്ടാക്കി. ഞാൻ ചോദിക്കുന്നത് അല്ലാതെ നമുക്ക് ആരെ പറ്റും ഈ പറഞ്ഞ ഈ നുഴഞ്ഞു കയറിയവൻ്റെ ഭാര്യയെ കൊണ്ടൊന്നും എനിക്ക് ആക്കാൻ പറ്റുമോ? അങ്ങനെ വകുപ്പിലില്ല. കമ്പനി നിയമത്തിനകത്ത് നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരെ ചെയ്തിട്ട് ഫണ്ട് വരുന്നതനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഷെയർസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമപരമായുള്ള രീതി. അതിനിടയ്ക്ക് ഗോസിപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റ് ഏറ്റവും നടത്താവുന്ന ഏറ്റവും നല്ല രീതിയിൽ നടത്തിയിട്ടുള്ളത് ട്രസ്റ്റാണ്. അപ്പം ഇനി അതുകൂടാതെ അപ്പോൾ ട്രസ്റ്റിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ട്രസ്റ്റിനകത്ത് മെയിൻ ഞാനാണ്. അപ്പോൾ ദാറ്റ് മീൻസ് എന്നിൽ ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് ഇനി ഒരു കാര്യം അവിടെ ചെയ്യുന്നില്ലാത്തത്. അപ്പോൾ അതിനകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് മാനിപ്പുലേഷൻസ് നടത്തി നമ്മൾ വിൽക്കാനായിട്ട് ഒരു പ്രോപ്പർട്ടി ഇത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയും വെബ്സൈറ്റും നമ്മൾ അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ബയർ തന്നെയാണ്, ലാസ്റ്റും ബയറായിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് സെല്ല് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇതിപ്പോൾ ഇത് വാങ്ങിച്ചേക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നമുക്ക് കോടതി ഉത്തരവ് കിട്ടി, നിങ്ങൾക്ക് ആർക്ക് വേണേൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുകയോ അല്ലെങ്കിൽ വീട് പണിയുകയോ നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു കോടി രൂപയുടെ ഫൈൻ വന്നിരിക്കുന്നത് നമുക്ക് തീരണം. അതിനകത്ത് അവിടെ ഡിപ്പോസിറ്റുള്ള എമൗണ്ട് ഉണ്ട്. അതിനകത്തുനിന്നൊരു 30 ലക്ഷം രൂപ നമുക്ക് കെട്ടിവെച്ചപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിന് അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റിയത്. ആ അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ അന്നേരം 76 ലക്ഷം രൂപ വെച്ച് ഇട്ടേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ 76 ലക്ഷം രൂപ തന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ 76 ലക്ഷം രൂപ മാത്രമല്ല, അതിനൊരു ഈൽഡും കൂടി നിങ്ങൾക്ക് മാത്രം തരും. അത് തരാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിക്കേണ്ട. കാരണം അവരിൽ നിന്നുകൂടെ നമ്മൾ എടുത്തിട്ടാണ് ഇവർക്ക് തരാൻ പോകുന്നത്. കാരണം അവർക്ക് തരേണ്ട കാര്യമുണ്ട്. നമുക്ക് ആ കാശ് തിരിച്ചു കിട്ടിയില്ല, നമ്മൾ ആ കേസ് തോറ്റു പോവുകയാണെങ്കിലും ഇവർക്ക് ആ കാശ് കൊടുക്കണം. അത് മറ്റുള്ളവരിൽ നമ്മളത് വസൂലാക്കി ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ഗ്രീൻ സിറ്റിയിൽ നമ്മൾ വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ഇറക്കത്തില്ല. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്കവിടെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58 ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണത്തിനകത്ത് തട്ടിപ്പ് നടത്തിയതായിട്ട് നമ്മുടെ അന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം നമുക്ക് നൽകിയിട്ടുണ്ട്, വിവരം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കമ്മീഷനായിട്ട് പോലും നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ 27,50,000 രൂപ നമ്മുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുറിയിൽ വേറുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് തെറി പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത് പോലീസ് കേസെടുത്തു. അപ്പം ഞാൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാശല്ലേ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാനിങ്ങനെ അഡമൻ്റായിട്ട് ഇനിയിപ്പോൾ ഭയങ്കര അഡമൻ്റായി പോകാൻ പോവാണ്. കാരണം ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ. കാരണം ആർക്കും കയറി എന്തും പറയാവുന്ന ഒരവസ്ഥ വന്ന് തോന്നിവാസം പറഞ്ഞ് ഇൻവെസ്റ്റേഴ്സിനെല്ലാം ശക്തമായ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരെ പ്രോജക്റ്റ് നല്ല ലാഭത്തിലാണ്. ഈ 4 പേര് വന്ന് റെറയ്ക്ക് കേസ് കൊടുത്ത് റെറ കേസെടുത്തിട്ട് 1 കോടി രൂപ ശിക്ഷിച്ചു. നമ്മളതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് റെറ ട്രൈബ്യൂണൽ വന്നപ്പോഴത്തേക്ക് ഇവർ റെറയുടെ സൈഡിൽ ചേർന്നുകൊണ്ട് നമ്മൾ ഫൈൻ ഈടാക്കണം, ആ പ്രോജക്റ്റ് നമ്മൾ ഫൈൻ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും അവർ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഹൈക്കോടതി പോയപ്പോഴത്തേക്ക് അവർ അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ വരികയും അവരുടെ കേസെല്ലാം സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. അവർക്ക് ആർക്കും ഒന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു 3 വർഷം 4 വർഷമെങ്കിലും അവർ ആ കേസുമായിട്ട് അവർ മുന്നോട്ട് പോകും. അത് തീരാതെ നമുക്ക് ഈ 30 ലക്ഷം രൂപ അവിടെ നിന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ ഇവർ ഗ്രീൻ സിറ്റിയുടെ ശത്രുക്കളാണ്. ഹൈക്കോടതി പോയി ചലഞ്ച് ചെയ്ത് ഇപ്പോൾ അവരാരും ജയിച്ചിട്ടുമില്ല, നേട്ടം ഉണ്ടാക്കിയിട്ടുമില്ല. ഈ പ്രോജക്റ്റ് ഒരു കേസിൽപ്പെട്ട പ്രോജക്റ്റായിട്ട് അതിൻ്റെ മുഴുവൻ സൽപ്പേര് നശിപ്പിച്ചത് ഈ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ കൂട്ടുകൂടുന്ന ആൾക്കാരെ നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ശത്രുക്കളായിട്ടേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ മുന്നിൽ 2 കൂട്ടരേ ഉള്ളൂ. പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പ്രോജക്റ്റിനെതിരെ നിൽക്കുന്ന ആൾക്കാരും. ന്യൂട്രലായിട്ടുള്ള ആൾക്കാരെ കാണാൻ എനിക്ക് കണ്ണില്ല. ഒന്നുകിൽ നമുക്ക് സപ്പോർട്ട് കിട്ടണം, കാരണം നമുക്ക് കൃത്യമായിട്ട് അത് 3.90 എന്നുള്ള നിശ്ചയമായ വിലയ്ക്ക് നമ്മൾ കൊടുത്തേക്കുകയാണ്. അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ എന്തായാലും നമുക്ക് ശത്രുക്കളായിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം അവർ ബാക്കിയുള്ളവരുടെ പൈസ നശിപ്പിക്കുന്നതാണ്. ഓക്കെ.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ഭയങ്കര ശക്തമായുള്ള ക്രിമിനൽ ലിറ്റിഗേഷൻ കേസസ്. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ചാർജസ് ഒന്നും പ്രൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാത്തിനും ഡോക്യുമെൻ്ററി എവിഡൻസസ് ഉള്ളതാണ്, മുഴുവൻ ഡോക്യുമെൻ്ററി എവിഡൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെയൊക്കെ കൂടെ ഈ കണ്ട ആൾക്കാർ, കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ആർക്കും കയറി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇവർ പിന്നെ വന്നൊരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അപമാനങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നോ, നമുക്കത് ഡിജിറ്റൽ ഫിംഗർ ആ ഒരു ഫുട് പ്രിൻറ്റ് നമുക്ക് എങ്ങനെയാണെങ്കിലും എടുക്കാം, പിന്നെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാം. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എവിഡൻസ് ഉണ്ട്. ഈ 4 പേര് ഈ പ്രോജക്റ്റിൻ്റെ ശത്രുക്കളാണ്. അവരുടെ കൂടെ കൂടിക്കൊണ്ട് ഇപ്പോൾ ചില ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഓരോരുത്തർ ആരൊക്കെയാണെന്നുള്ളതോടെ ഞാൻ അവരെത്ര എണ്ണമാണെന്നുള്ളതും ഒക്കെ ഞാൻ പറയാം. ഇപ്പോൾ ഈ 4 പേരുടെ പേരിൽ ഞാനിപ്പോൾ ഡിഫമേഷൻ കേസ് എടുക്കുകയാണ്. ശക്തമായ ഡിഫമേഷൻ കേസ് എടുത്തിട്ട് വളരെ വളരെ ശക്തമായിട്ടുള്ള ഡിഫമേഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായിട്ടുള്ള നഷ്ടം അത്രയും വലുതാണ്. ഞാനപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം. കേസിനകത്ത് ഡോക്യുമെൻ്ററി എവിഡൻസസ് എന്തൊക്കെയാണ്, പണിഷ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി. അത് 2 വർഷം വരെ വലിയ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. കേസ് അവധിക്ക് വെച്ച് പോകും. പക്ഷേ ഒരു 2-2.5 വർഷം കഴിയുമ്പോഴത്തേക്കാണ് ഇവർ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയാനായിട്ട് പോകുന്നത്, ഇവർ ഓട്ടം പിടിക്കാനായിട്ട് പോകുന്നത്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാനായിട്ട് പോകുന്നതും. അപ്പോൾ ഇവിടെ നമുക്ക് 20 കോടി രൂപയിലധികം പ്രോജക്റ്റിന് നഷ്ടം വന്നിട്ടുണ്ട്. അത് ഞാൻ അവരിൽ നിന്ന് ഈടാക്കും. അത് ഈടാക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് നഷ്ടത്തിനുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തേ പറ്റുള്ളൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പുസ്തകത്തിനകത്തൊരു പുതിയ ചാപ്റ്ററും കൂടെ, ആ പുസ്തകം ഇറങ്ങുന്നതോടുകൂടി എൻ്റെ ആ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പേരുദോഷം വന്നിട്ടുള്ളതും കേസും എല്ലാം ഇപ്പോൾ ഓൾറെഡി ഉള്ള പുസ്തകം തന്നെയാണ്. അതിൻ്റെ അപ്പോൾ പുസ്തകം തീർന്നു. അപ്പോൾ അടുത്ത എഡിഷൻ ഇറങ്ങുന്ന കൂടെ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഒരു കഥയായിട്ട് ഒരുപക്ഷെ 20 വർഷം വരെ കേസ് നീളും. പക്ഷേ അത് കേരളത്തിലെ ആൾക്കാരൊക്കെ ഇത് പഠിക്കാനായിട്ട്, ഇനിയിപ്പം അവിടെ നൂറ്റാണ്ടുകൾ ഈ ഗ്രീൻ സിറ്റി അവിടെ ഉണ്ടാകും, നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോഴെല്ലാം അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള കഥകൾ ഒരു പുസ്തകത്തിലൂടെ അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നത് ഞാൻ അടുത്ത ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് പറയാം. സോ പിന്നെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾ ക്ഷമയോടുകൂടി കാണണം. ഇതിനകത്ത് പല കാര്യങ്ങളും പ്രിസർവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് കയറ്റണം, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അകമഴിഞ്ഞ് ഈ പ്രോജക്റ്റിനകത്ത് വെറുതെ നിങ്ങൾ ന്യൂട്രലായിട്ടൊന്നും നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കത്തില്ല. അകമഴിഞ്ഞ് കൂടെ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രോജക്റ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വിജയിപ്പിക്കണം. താങ്ക് യു.